പാലക്കാട്ട് തന്നെ മറ്റു പലയിടങ്ങളിലും ഇതേപോലെ വോട്ടർ പട്ടികയിലെ ക്രമക്കേടിൻ്റെ വാർത്ത സാജി തന്നെ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഈ തെരുവ് വാർഡിൽ ഇപ്പോൾ എന്താണ് സംഭവിച്ചത്? സ്വാഭാവികമായി തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി പുതിയ വോട്ടർ ലിസ്റ്റിൽ വാർഡുകൾ തമ്മിൽ പുനർനിർണയത്തിൻ്റെ ഘട്ടത്തിൽ വന്ന ഒരു സാങ്കേതിക പ്രശ്നം എന്നതിനപ്പുറത്തേക്ക് ബോധപൂർവം ഇപ്പോൾ കോഴിക്കോട്ട് മുക്കുദാറിലും ഒക്കെ നടന്നതുപോലെ ചാലപ്പുറത്തൊക്കെ നടന്നതുപോലെ ബോധപൂർവമുള്ള വെട്ടിമാറ്റൽ ഇവിടെ തെരുവിൽ നടന്നെന്നാണ് അവർ പറയുന്നത്. സൈഫുദ്ദീൻ ജിൽസി, ഗുഡ് മോർണിംഗ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ വാർഡ് പുനർവിഭജനവുമായി ബന്ധപ്പെട്ട് ഒരു ഭാഗത്തു നിന്ന് മറ്റൊരു ഭാഗത്തേക്ക് വോട്ട് മാറ്റുകയല്ല ചെയ്തിരിക്കുന്നത്. ഇത് ഡിലീറ്റഡ് എന്നാണ് കാണിക്കുന്നത്. അതായത് വോട്ട് പൂർണ്ണമായും ഈ ആളുകളുടെ വോട്ട് വെട്ടിമാറ്റുകയാണ് ചെയ്തിരിക്കുന്നത്. ഇതിൽ പഞ്ചായത്ത് സെക്രട്ടറിയും ഈ ചില രാഷ്ട്രീയ താല്പര്യം വെച്ചുകൊണ്ടായിരിക്കാം ചെയ്തിരിക്കുന്നത്. കാരണം ഈ 7-ാം തീയതി സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഒരു ഉത്തരവുണ്ട്. ഈ ഉത്തരവ് വളരെ പോസിറ്റീവായ ഒരു ഉത്തരവാണ്. കാരണം ഈ വാർഡ് പുനഃസംഘടന നടന്നതിന് ശേഷം പല ആളുകൾക്കും ഈ സ്വന്തം വാർഡിന്റെ അതിർത്തിക്കുള്ളിലല്ലാതെ പുറത്ത് വോട്ടുള്ള ആളുകളുണ്ട്. അത്തരം ആളുകളെ എല്ലാം തന്നെ അത് ഒരുപക്ഷെ ഒരു പ്രദേശമാകെ ഇത്തരം ഈ സ്വന്തം വാർഡിലല്ലാതെ മറ്റ് വാർഡുകളിലേക്ക്, സമീപ വാർഡുകളിലേക്ക് വോട്ട് മാറിക്കടന്നിട്ടുണ്ട്. അത്തരം പരാതികൾ വന്ന പശ്ചാത്തലത്തിലാണ് അത് ഈ സ്വന്തം വാർഡിലേക്ക് ആക്കി മാറ്റണം, അത് ഈ ബൾക്കായി മാറ്റുന്നതിന് പഞ്ചായത്ത് സെക്രട്ടറിമാർക്ക് നിർദ്ദേശം നൽകിക്കൊണ്ടുള്ള ഒരു ഉത്തരവാണ്. പക്ഷേ അതിൻ്റെ മറപിടിച്ചുകൊണ്ടാണ് ആളുകളെ പൂർണ്ണമായി വെട്ടിമാറ്റിയിരിക്കുന്നത്. ഈ ആളുകളെ ഒരു 6-ാം വാർഡിലുള്ള തെരുവ് വാർഡിലുള്ള ആളുകളാണ്. അവരെ മറ്റേതെങ്കിലും വാർഡിലേക്ക് മാറ്റുക എന്നതിന് പകരം അത് ആളുകളുടെ വോട്ട് തന്നെ നിഷേധിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഇത് വലിയൊരു ക്രമക്കേട് കൂടിയാണ് ഇതിന് പിന്നിൽ ഉണ്ടായിരിക്കുന്നത്. കാരണം ആളുകൾക്ക് വോട്ട് ചെയ്യാനുള്ള അവകാശം നിഷേധിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഈ പഞ്ചായത്ത് സെക്രട്ടറിയുമായി ഫോണിൽ സംസാരിച്ചപ്പോൾ അദ്ദേഹം പറയുന്നത് ഇത് പരിശോധിക്കും, ആളുകൾക്ക് പരാതി ഉണ്ടെങ്കിൽ അത് ഈ ക്രമീകരിച്ച് നൽകും എന്നുള്ളതാണ്. കാരണം ഇനി ഇറങ്ങാനുള്ളത് അന്തിമ വോട്ടർ പട്ടികയാണ്. അതിൽ പേരില്ലെങ്കിൽ ആളുകൾക്ക് വോട്ട് നിഷേധിക്കപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകും. ഒരു വാർഡിൽ നിന്ന് മാത്രമാണ് ഇത്രയധികം ആളുകൾ, 62 ആളുകളെ വെട്ടിമാറ്റിയിരിക്കുന്നത്. ഇതിൽ വീട്ടിലെ പിതാവിന് ഈ വാർഡിൽ 6-ാം വാർഡിൽ വോട്ടുണ്ട്, എന്നാൽ മകന്റെ വോട്ട് ഡിലീറ്റ് ചെയ്തിരിക്കുന്നു. കന്നി വോട്ടർമാരായി വലിയ പ്രതീക്ഷയോടുകൂടി 18 വയസ്സ് പൂർത്തിയായ ആളുകൾ ആദ്യമായി വോട്ടർ പട്ടികയിൽ, കരട് വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുന്നു. പിന്നീട് ഇവരെ വെട്ടിമാറ്റുന്നു എന്ന തരത്തിലെല്ലാമാണ് നടന്നിരിക്കുന്നത്. എന്തായാലും ഈ വാർത്ത വന്ന പശ്ചാത്തലത്തിൽ, പരാതി വന്ന പശ്ചാത്തലത്തിൽ അതിനൊരു നടപടി ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. 22-ാം തീയതിയാണ് ഇതിന്റെ ഹിയറിങ്ങും മറ്റും പൂർത്തിയാക്കേണ്ടത്. അതിനുശേഷം പിന്നെ അന്തിമ വോട്ടർ പട്ടികയാണ് വരിക. അതിനു മുൻപ് ഈ പ്രശ്നം പരിഹരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും അടുത്ത ദിവസം ആളുകൾ കൂട്ടമായി തന്നെ പഞ്ചായത്ത് സെക്രട്ടറിയെ കാണാൻ പോകുമെന്നാണ് അറിയിക്കുന്നത്. അല്ല, ഈ വാർഡ് പുനർനിർണയത്തിന്റെ ഭാഗമായി വാർഡ് മാറിപ്പോയവരുടെ കാര്യത്തിലൊന്നും തീരുമാനമെടുക്കാൻ കഴിയില്ല എന്ന് നേരത്തെ തന്നെ നമ്മൾ അറിഞ്ഞിരുന്നതാണ്. പക്ഷെ ഇവിടെ വോട്ട് ഡിലീറ്റ് ചെയ്യുകയാണ് ചെയ്തത്. പുതിയ വോട്ടർമാരെ അടക്കം വെട്ടിക്കളയുകയാണ് ചെയ്തത്. അവർ മറ്റൊരു വാർഡുകളിലൊന്നുമില്ല, എവിടെയും മറ്റൊരിടത്തും അവരുടെ പേരില്ല. അപ്പോൾ സ്വാഭാവികമായി ഇത് തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ പരിഹരിക്കാൻ കഴിയുന്ന ഒന്നാണോ സാജി? അതായത് ഈ 22-ാം തീയതി വരെ ഇതിന് ഈ ഹിയറിങ്ങിന് സമയമുണ്ട്. അത് 22-ന് മുൻപ് ഹിയറിംഗ് പൂർത്തിയാക്കി അന്തിമ വോട്ടർ പട്ടിക വരാനുണ്ട്. അതിനു മുമ്പ് ഈ പഞ്ചായത്ത് സെക്രട്ടറി തീരുമാനിച്ചു കഴിഞ്ഞാൽ ഇതിനൊരു പരിഹാരം കണ്ടെത്താൻ കഴിയും. അത് എത്രത്തോളം അദ്ദേഹം അത് സാധ്യമാക്കും എന്നാണ് അറിയേണ്ടത്. കാരണം ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ 7-ാം തീയതി ഇറക്കിയ ഉത്തരവിൽ കൃത്യമായി പറയുന്നുണ്ട്. അതായത് ആളുകൾ സ്വന്തം വാർഡ് അതിർത്തിക്ക് പുറത്തായി തെറ്റായി കിടക്കുകയാണെങ്കിൽ അത് ശരിയാക്കുക എന്നുള്ളതാണ് ആ ഉത്തരവിൽ പറയുന്നത്. പക്ഷേ ആളുകളെ പൂർണ്ണമായി വെട്ടിമാറ്റുകയാണ്. ഈ ആളുകളെല്ലാം തന്നെ 6-ാം വാർഡിന്റെ ഉള്ളിൽ താമസിക്കുന്ന ആളുകളാണ്. അവരെ ഒരു കാരണവശാലും മറ്റു വാർഡുകളിലേക്ക് മാറ്റേണ്ട ആവശ്യമില്ല. ഇത് മാറ്റുക എന്നതിന് പകരം ഇവരുടെ വോട്ട് തന്നെ ഡിലീറ്റ് ചെയ്യുകയാണ് ചെയ്തിരിക്കുന്നത്. 22-ാം തീയതിക്കകം തന്നെ ഇതിന്റെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ആളുകളെ നേരിൽ കണ്ട് ഇത് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ആളുകൾക്ക് വോട്ടർ പട്ടികയിൽ ഇടം നൽകുക, അവർക്ക് ഏതാണ് അവരുടെ വാർഡ്, ആ വാർഡിൽ വോട്ട് ചെയ്യാനുള്ള അവസരം നൽകുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. ഇത് പഞ്ചായത്ത് സെക്രട്ടറിമാരിൽ ഇതിന്റെ അധികാരം നിക്ഷിപ്തമാക്കിക്കൊണ്ടാണ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ ഉത്തരവ് ഇറക്കിയിരിക്കുന്നത്. ഇതിന്റെ മറപിടിച്ചാണ് ആളുകളെ ഡിലീറ്റ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ ഡിലീറ്റ് ചെയ്യാൻ ഒരു അധികാരവും പഞ്ചായത്ത് സെക്രട്ടറിക്കോ ഇല്ലെങ്കിൽ
ഇതിൽ ആർക്കും തന്നെ ഇല്ല. അത് അങ്ങനെ ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ആളുകൾ മറ്റൊരു സ്ഥലത്ത് താമസിക്കുകയോ മരണപ്പെടുകയോ ചെയ്ത ആളുകളായിരിക്കണം. ഇവിടെ അങ്ങനെയല്ല. എന്ന് മാത്രമല്ല, ഈ വോട്ടർ പട്ടിക ഇത്തരം ഒരു ലിസ്റ്റ് തയ്യാറാക്കിയത് ഇവിടെ പ്രസിദ്ധീകരിക്കണം, നോട്ടീസ് ബോർഡിൽ പ്രസിദ്ധീകരിക്കണം, അതും ഉണ്ടായിട്ടില്ല. അത് ഈ പഞ്ചായത്ത് സെക്രട്ടറി ഒന്ന് വെച്ച് ഫോട്ടോ എടുത്ത് മാറ്റി എന്നുള്ള ആക്ഷേപം ഉൾപ്പെടെ നിലനിൽക്കുന്നുണ്ട്. എന്തായാലും ഇതിനെ നിയമപരമായി കൂടി നീങ്ങാനാണ് ഈ വോട്ടർ നഷ്ടപ്പെട്ട ആളുകളുടെ തീരുമാനം. ശരി, സാജിദ് അജ്മലാണ് വിവരങ്ങൾ നൽകിയത്.